ഏറ്റവും കൂടുതൽ അള്ളാഹു കരുത്ത് കൊടുത്തത് സഹോദരിമാർക്കാണ്. എന്ന് വെച്ചാൽ ഒരു പുരുഷന് ഒരു നേരം ഒരു കാര്യം ചിന്തിക്കാൻ കഴിയുള്ളൂ. ഒരു സ്ത്രീക്ക് ഒരു നേരം 9 കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും. മനസ്സിലായിട്ടുണ്ടോ? ഉപ്പ പത്രം വായിക്കുകയാണെന്നുവെച്ചെങ്കിൽ പിന്നെ ഉപ്പാനോട് പോയിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പ പത്രം വായിക്കുക. എന്നാൽ ഉമ്മ പത്രം വായിക്കുകയാണെന്നുവെച്ചെങ്കിൽ ഉമ്മ നിങ്ങൾ പറയുന്നതും കേൾക്കും, പത്രവും വായിക്കും. അടുക്കളയിൽ ഉമ്മ പച്ചക്കറി അരിഞ്ഞ് നുറുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ പച്ചക്കറി അരിഞ്ഞ് നുറുക്കും ചെയ്യും, ടിവിയും കാണും, മക്കളെയും നോക്കും. മറ്റേ അടുപ്പത്ത് വേവുന്ന കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവും. സാധിക്കുമെങ്കിൽ അയലക്കത്തേക്കും ഒരു ശ്രദ്ധ ഉണ്ടാവും. അതാണ്. ഇതൊക്കെ ഒരേപോലെ ചെയ്യാൻ ഉമ്മക്ക് കഴിയും. പിന്നെ സഹോദരിമാർ, അവരുടെ ശരീരം എപ്പോഴും മൃദുലമായിരിക്കും, അവരുടെ കൈ എപ്പോഴും മൃദുലമായിരിക്കും. ഒരു പുരുഷൻ ഒന്ന് പറമ്പ് കറങ്ങിയിട്ട് ഒരു 1/2 മണിക്കൂർ ഒരു കൈക്കോട്ടെടുത്തിട്ട് പറമ്പ് കളിച്ചു നോക്കട്ടെ, കൈ ഇതാവും. നിങ്ങൾ കളിച്ചു നോക്കൊന്നും പറ്റില്ല. നിങ്ങളുടെ സൃഷ്ടിപ്പ് തന്നെ പ്രധാനമാണ്. നീ ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ വലിയൊരു കൂട്ടരാന്ന് കരുതണ്ട. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഒരു പുരുഷനാണെന്നും കൂടി ഞങ്ങൾ അറിയിക്കുകയാണ്. അങ്ങനെ ഒന്നുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ വാക്ക് തന്നെയാണ്. ഈ കാലത്തെ തിരുത്തണം. കാലം നിങ്ങളുടെ ഒരു പ്രമേയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ കാലത്തെ തിരുത്തണം, കാലത്തെ നന്നാക്കണം.